മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമസ്തേ. നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു. ആർക്കും ആ ഡിഗ്രി സിസ്റ്റം ആർക്കും മനസ്സിലായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അത് ഒന്ന് വിശദീകരിച്ചു തരാം. ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പറയാവോ? സാർ അന്നുള്ളത് കുറച്ച് പഠിപ്പിച്ചാലും നോട്ട്സ് വന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായാണ് സാറേ. നോട്ട്സ് തരുന്നുണ്ട്. ഇത് പിന്നെ അല്ല, ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്ന സാധനം? ചെയ്തുവെങ്കിൽ ഞാനത് ഈ ഒരു ഇൻട്രൊഡക്ഷനോടെ ഈ ഒരു ഡിഗ്രി സിസ്റ്റം ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ രണ്ട് എക്സാമ്പിളും പിന്നെ ഒരു മൂന്ന് എക്സാമ്പിൾ കാണിക്കാം. അത് നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കൊള്ളുക. ഓക്കെ. ഇപ്പം ഡിഗ്രി സിസ്റ്റത്തിൽ ഒരു രാശി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമ്മുടെ രാശി തുടങ്ങുന്നത് മേടൻ രാശിയിൽ. നമുക്ക് മൊത്തം മേടം മുതൽ മീനം വരെ 12 രാശികൾ. ഓരോ രാശികളും 30 ഡിഗ്രി. രാശികൾ 30 ഡിഗ്രി. ഈ 30 ഡിഗ്രിയിൽ നമുക്ക് 27 നക്ഷത്രം ഉള്ളത്. 13 ഡിഗ്രി 20 മിനിറ്റ് വെച്ചിട്ട് അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ. ഓരോ നക്ഷത്രത്തിനും നമുക്ക് 13 ഡിഗ്രി 20 മിനിറ്റ് വെച്ചാണ് ഓരോ അശ്വതിയുടെയും ഓരോ നാളിന്റെയും സമയം വരുന്നത്. അപ്പൊ അതില് 360 ഡിഗ്രിയെ നമ്മൾ 27 കൊണ്ട് ഡിവൈഡ് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു രാശിയിൽ 2.25 നക്ഷത്രം. 2.25 നക്ഷത്രം വെച്ചിട്ട് 12 രാശിയാകുമ്പോൾ 13 ഡിഗ്രി 20 മിനിറ്റ് വെച്ച് 27 ആകുമ്പോൾ 360 ഡിഗ്രി. അങ്ങനെയാണ് ഓരോ നാളും നമുക്ക് ഓരോ നക്ഷത്രവും നമുക്ക് ഇതിനകത്ത് രാശിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ രാശി മേടത്തില് അശ്വതി ഭരണി കാർത്തിക കാല്, ഇടവൻ രാശിയിൽ കാർത്തിക മുക്കാല്, രോഹിണി മകയിരം അര, മിഥുനൻ രാശിയിൽ മകയിരം അര, തിരുവാതിര പുണർദത്തിന്റെ 3 പാദം, കർക്കിടകത്തില് പുണർദത്തിന്റെ അവസാനത്തെ പാദം, പൂയം ആയില്യം, ചിങ്ങത്തില് മകം പൂരം ഉത്തര പാദം, കന്നിയില് ഉത്തരത്തിന്റെ 3 പാദം, അത്തം പിന്നെ ചിത്തിരയുടെ 2 പാദം. അടുത്തത് തുലാത്തില് ചിത്തിരയുടെ 2 പാദം, ചോതിയുടെ 4 പാദം, വിശാഖത്തിന്റെ 3 പാദം. വൃശ്ചികത്തില് വിശാഖത്തിന്റെ 1 പാദം, അനിഴത്തിന്റെ 4 പാദം, കേട്ടയുടെ 4 പാദം. ധനുവില് മൂലത്തിന്റെ 4 പാദം, പൂരാടത്തിന്റെ 4 പാദം, ഉത്രാടത്തിന്റെ 1 പാദം. മകരത്തില് ഉത്രാടത്തിന്റെ 3 പാദം, തിരുവോണത്തിന്റെ 4 പാദം, അവിട്ടത്തിന്റെ 2 പാദം. കുംഭത്തില് അവിട്ടത്തിന്റെ 2 പാദം, ചതയത്തിന്റെ 4 പാദം, പൂരുരുട്ടാതിയുടെ 3 പാദം. മീനത്തില് പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതിയുടെ 4 പാദം, രേവതിയുടെ 4 പാദം. ഇങ്ങനെയാണ് 27 നക്ഷത്രങ്ങള് 12 രാശിയിൽ 13 ഡിഗ്രി 20 മിനിറ്റ് വെച്ച് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും വരുന്നത് മേടത്തില്. ഇനി നമുക്ക് ആ ഡിഗ്രി ഞാൻ പറഞ്ഞു തരാം. അശ്വതി ഉണ്ട്. അശ്വതിയുടെ 4 പാദമുണ്ട്. അശ്വതിയുടെ 4 പാദം മേടത്തിലാണ് വരുന്നത്. മേടത്തിൽ അശ്വതിയുടെ 4 പാദം വരുന്നു, ഭരണിയുടെ 4 പാദം വരുന്നു, കാർത്തികയുടെ 1/4. അപ്പൊ 2.25 നക്ഷത്രമായി. അപ്പൊ അതില് അശ്വതി തുടങ്ങുന്നത് 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ 4 പാദം. ഓരോ പാദവും 3 ഡിഗ്രി 20 മിനിറ്റ് വെച്ചിട്ട് 4 പാദം അശ്വതിയായി. 13 ഡിഗ്രി 20 കഴിയുമ്പോൾ ഭരണി നക്ഷത്രം, ഭരണി 4 പാദം വരുന്നു. അത് 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ
ഭരണിയുടെ 4 പാദം. അടുത്തത് കാർത്തികയുടെ 1 പാദം. 3 ഡിഗ്രി 20 മിനിറ്റ്, 26 ഡിഗ്രി 40 മുതൽ 30 ഡിഗ്രി വരെ കാർത്തികയുടെ 1 പാദം. അടുത്ത ഇടവൻ രാശിയിലോട്ട് പോകുമ്പോൾ കാർത്തികയുടെ 3 പാദം വന്നു. അത് 10 ഡിഗ്രി വരെ, ആദ്യത്തെ 10 ഡിഗ്രി വരെ 3:20 വെച്ച് 3 പാദം വന്നു. അടുത്ത രോഹിണിയുടെ 4 പാദങ്ങൾ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് ഇടവത്തില് രോഹിണി വന്നു. അവസാനത്തെ 2 പാദം വരുന്നത് എന്നുവെച്ചാൽ 4, 3, 7 കഴിഞ്ഞു. 4, 3, 7 കഴിഞ്ഞു. ബാക്കിയുള്ള 2 പാദം മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദം, അത് 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ മകയിരത്തിന്റെ 2 പാദം. ബാക്കി മകയിരത്തിന്റെ 2 പാദം മിഥുനത്തിലായി. മിഥുനത്തിൽ 3 ഡിഗ്രി 3-ാമത്തെയും 4-ാമത്തെയും പാദം, അത് 0 ഡിഗ്രി മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് വരെ 3-ഉം 4-ഉം പാദങ്ങളായി. അത് കഴിഞ്ഞ് തിരുവാതിര അവിടെ തുടങ്ങും. 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി 0 മിനിറ്റ് വരെ 20 ഡിഗ്രി വരെ തിരുവാതിര നക്ഷത്രം. അടുത്ത പുണർദത്തിന്റെ 3 പാദം, 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ പുണർദത്തിന്റെ 3 പാദം. കർക്കിടകത്തിൽ പുണർദത്തിന്റെ ബാക്കിയുള്ള 1 പാദവും, അത് 0 മുതൽ 3 ഡിഗ്രി 20 വരെ പുണർദമായി. 3:20 മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ പൂയത്തിന്റെ പാദം വന്നു. അത് കഴിഞ്ഞാൽ 16 ഡിഗ്രി 40 മിനിറ്റ് 30 വരെ ആയില്യത്തിന്റെ 4 പാദം വന്നു. ഇപ്പൊ ആദ്യത്തെ ഒരു 9 നക്ഷത്രങ്ങൾ ഇവിടെ തീരുകയാണ്. അടുത്ത നക്ഷത്രം മകം ഇവിടെ തുടങ്ങുകയാണ്. മകം 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി വരെ 4 പാദങ്ങള് ചിങ്ങത്തില് 13 ഡിഗ്രി 20 മിനിറ്റ് വരെ വരുന്നു. അടുത്തത് പൂരനക്ഷത്രമായി. പൂരനക്ഷത്രം 13 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ നമുക്ക് പൂരനക്ഷത്രം വന്നു. അടുത്ത ഉത്തര നക്ഷത്രം ഒരു പാദം അവിടെ വരുവുള്ളൂ. 8 പാദം കഴിഞ്ഞു. ഈ 9-ാമത്തെ പാദം 26 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ഉത്തര നക്ഷത്രം വന്നു. അത് കഴിഞ്ഞാൽ കന്നിയിൽ ഉത്തരത്തിന്റെ 3 പാദം 10 ഡിഗ്രി വരെ. അത് കഴിഞ്ഞ് 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ അത്തത്തിന്റെ 4 പാദം. പിന്നെ ചിത്തിരയുടെ 1-ഉം 2-ഉം പാദങ്ങൾ 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ 3, 4. ചിത്തിരയുടെ 3-ാമത്തെയും 4-ാമത്തെയും പാദം തുലാത്തിൽ 6 ഡിഗ്രി 40 വരെ വന്നു. അത് കഴിഞ്ഞാൽ ചോതി 6 ഡിഗ്രി 40 മുതൽ 20 ഡിഗ്രി വരെ ചോതിയുടെ 4 വന്നു. അത് കഴിഞ്ഞാൽ വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദവും 30 ഡിഗ്രി വരെ 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രിയുള്ള 10 ഡിഗ്രിക്കകത്ത് വന്നു. ബാക്കി വരുന്ന 1 പാദം വൃശ്ചികത്തിൽ പോയി, അത് 3 ഡിഗ്രി 20 വരെ. അതിന് ആ 4 പാദങ്ങളും 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ 4 പാദങ്ങളായി. ബാക്കി വരുന്ന നക്ഷത്രം ആ 2-ാമത്തെ സെറ്റിൽ ബാക്കി വരുന്ന നക്ഷത്രം കേട്ടയാണ്. കേട്ടയുടെ 4 പാദങ്ങളും 16 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ പോയി. 2 സെറ്റ് 9 2 സെറ്റ് നമുക്ക് ഇവിടെ തീരുകയാണ്. 3-ാമത്തെ സെറ്റ് വരുന്നത് മൂലം തുടങ്ങുന്നത്. മൂലം ആദ്യത്തെ 4 പാദങ്ങള് 13 ഡിഗ്രി 20 മിനിറ്റ് വരെ വന്നു. അടുത്ത പൂരാട നക്ഷത്രത്തിന്റെ 4 പാദങ്ങൾ 26 ഡിഗ്രി വരെ വന്നു. 13 ഡിഗ്രി മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ പൂരാട നക്ഷത്രം വന്നു. അത് കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രം എന്ന് പറഞ്ഞാൽ 26-40 മുതൽ 30 ഡിഗ്രി വരെ ഉത്രാട നക്ഷത്രം വന്നു. ഉത്രാടത്തിന്റെ ബാക്കി 3 വരുന്നത് മകരത്തിലോട്ട് പോയി. 10 ഡിഗ്രി വരെ ബാക്കി 3 പാദം അവിടെ പോയി. അടുത്ത തിരുവോണ നക്ഷത്രമായി. അത് 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ തിരുവോണ നക്ഷത്രമായി. അത് കഴിഞ്ഞാൽ അവിട്ട നക്ഷത്രം, അവിടെ ബാക്കി 2 നക്ഷത്രത്തിന്റെ 2 പാദത്തിലുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ. അപ്പൊ അവിട്ട നക്ഷത്രത്തിന്റെ 2 പാദങ്ങൾ അവിടെ വന്നു. 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ. അവിട്ടത്തിന്റെ 3-ാമത്തെയും 4-ാമത്തെയും പാദങ്ങൾ കുംഭത്തിൽ വന്നു, 6 ഡിഗ്രി 40 വരെ. ചതയത്തിന്റെ 4 പാദങ്ങൾ 6:40 മുതൽ 20 ഡിഗ്രി വരെ ചതയത്തിന്റെ അടുത്തതായി. പിന്നെ പൂരിട്ടാതിയുടെ 3 പാദം അവിടെ വന്നു, 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ. ബാക്കിയുള്ള 1 പാദം മീനം രാശിയിൽ പോയി, 3 ഡിഗ്രി 20 മിനിറ്റ് വരെ 4-ാമത്തെ പാദമായി. ബാക്കിയുള്ള
ഉത്രട്ടാതിയുടെ 4 പാദങ്ങൾ 13 ഡിഗ്രി 60 മിനിറ്റ് വരെയും, രേവതിയുടെ 4 പാദങ്ങൾ 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ 4ാമത്തെ പാദവും പോയി. ഇങ്ങനെ വന്നപ്പോ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു നമ്മുടെ ഒരു ഭാവത്തിന്റെ ആ തുടർച്ച, കസ്പ് എന്നാണ് അത് പറയുന്നത്. അതിനൊരു മലയാളം വാക്ക് അതിർത്തി എന്നാണ്. നമുക്ക് കസ്പ് എന്ന് തന്നെയാണ് പറയുന്നത് നല്ലതെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഭാവത്തിന്റെ ഓരോ കസ്പും വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ 13 ഡിഗ്രി 20 മിനിറ്റിനകത്താണ് ഗ്രഹമോ ഒരു ഭാവത്തിന്റെ കസ്പ വരെയാണെങ്കിൽ അശ്വതിയിലാണ് വന്നതെന്ന് പറയാം. നമുക്ക് 13 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിലാണ് ഭരണി ഒരു ഗ്രഹം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണിയുടെ നക്ഷത്രത്തിൽ വന്നു എന്ന് പറയാം. കാർത്തിക അടുത്ത 3 ഡിഗ്രി 20 മിനിറ്റിനകത്താണ് ഗ്രഹങ്ങൾ വരുന്നതെങ്കിൽ നമുക്ക് കാർത്തികയുടെ ആദ്യത്തെ പാദത്തിൽ വന്നു എന്ന് പറയാം. ബാക്കി കാർത്തികയുടെ 3 പാദത്തിൽ. അപ്പോൾ ഇവിടെ ഇതിൽ കാർത്തികയുടെ ആദ്യത്തെ 2ാമത്തെ 3 പാദത്തിലാണ് ഏതെങ്കിലും ഒരു ഗ്രഹം വരുന്നെങ്കിൽ നമ്മൾ അതിന്റെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയായി. രോഹിണിയുടെ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെയാണ് ഒരു ഗ്രഹം നിൽക്കുന്നുവെങ്കിൽ അതിന്റെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയായി. അതിന് അവസാനത്തെ 2 പാദത്തിലാണ് ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൈര നക്ഷത്രമായി. ഇതുപോലെ ഓരോ ഗ്രഹത്തിൽ നമുക്ക് ആ ഡിഗ്രി നോക്കിയിട്ട് എവിടെയാണോ നമുക്ക് ആ രാശി ആ ഗ്രഹങ്ങളോ ഗ്രഹത്തിന്റെ ഭാവത്തിന്റെ തുടക്കമോ വരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു സാധനം വെച്ച് ഈ ഒരു ചാർട്ട് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക. സാർ ഈ ചാർട്ട് വരുമ്പോഴേ സാറ് നേരത്തെ വീണ്ടും പറഞ്ഞല്ലോ 10 കന്നിയിൽ വരുമ്പോ ഉത്തരത്തിന്റെ വരുന്നത് 10 ഡിഗ്രി 23 ഡിഗ്രിയിൽ വരുമ്പോ അത്തമല്ലേ സാറേ? അല്ല, അതല്ല. ഒരു മിനിറ്റ്. കന്നിയില് 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ അത്ത നക്ഷത്രമാണ് വരുന്നത്. അത് നേരത്തെയും വരൂല്ലേ സാറേ? നേരത്തെ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള നക്ഷത്രങ്ങൾക്ക് അങ്ങനെ വരൂല്ലേ? എല്ലാ നക്ഷത്രവും ഇങ്ങനെ അതല്ല. ഇപ്പൊ നമുക്ക് നക്ഷത്രങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡിഗ്രിക്കകത്ത് നക്ഷത്രം വരുള്ളൂ. അത്തം വരുന്നത് 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെയാണ് അത്തം വരുന്നത് കന്നിയില്. അതെ, എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല സാറേ. ഞാനത് ഒന്നുകൂടി വിശദമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയൂ. സാർ പറഞ്ഞ പ്രകാരം KP ജ്യോതിഷത്തനുസരിച്ച് ഒരു നക്ഷത്രത്തിന് 9 അധിപരാശി കൂടി ഉണ്ടെന്നാണ്. ആദ്യം നമുക്ക് ആ 9 വിടും. നമുക്കിപ്പോ ആദ്യം നമുക്ക് ഈ ഡിഗ്രി വെച്ചിട്ട് നമുക്കൊരു പ്ലാനറ്റും ഒരു ഭാവവും എവിടെ നിൽക്കുന്നു എന്ന് പഠിക്കാം. നക്ഷത്രം വരെ നമുക്ക് പഠിക്കാം. ഈ നക്ഷത്രം നമുക്ക് തറവാക്കിയിട്ട് നമുക്ക് അടുത്ത 9 സെറ്റിലോട്ട് പോവാം. ഇപ്പൊ മറ്റദ്ദേഹം ചോദിച്ചു വരുന്നുമല്ല. ഇപ്പൊ സാറ് പറഞ്ഞ പ്രകാരം 248 സംഖ്യയാണ് ആകെ ഉള്ളത്. അത് വരട്ടെ, അത് വിടൂ. നമുക്ക് അത് വരട്ടെ. ആ സ്ഥലം നമുക്ക് പോവാറായില്ല. ആദ്യം നമുക്ക് ഈ ഡിഗ്രി കണ്ടുപിടിക്കാം. ഇത് കഴിഞ്ഞുള്ള ഡിഗ്രി ഞാൻ ആ ഭാഗം വരുമ്പോ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നക്ഷത്രം എവിടെ നിൽക്കുന്നു, ഏത് നക്ഷത്രം എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു രാശി തെക്കുമ്പോ നമ്മൾ ഒരു ഗ്രഹം നിൽക്കുന്നത് ഏത് രാശിയിൽ ഏത് നക്ഷത്രത്തില്, പിന്നെയാണ് നമ്മൾ ഏത് ഉപനക്ഷത്രത്തില് ഉപ നക്ഷത്രത്തിൽ വരുന്നത് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് ഭാഗം നമുക്ക് കുറവാക്കിയിട്ട് 3ാമത്തെ ഭാഗത്തിലോട്ട് പോവാം. ക്ലാസ് കഴിഞ്ഞാല് തരാം. ഓക്കെ, ശരി സാറേ. ഇപ്പൊ പൂരം നാള് എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ പൂരം നാളാണ്. അതെ. ഈ 13 ഡിഗ്രി 20 മുതൽ 26 40 വരെ എന്നുള്ളത് അടുത്ത രാശിയിലും വരുന്നില്ല. അത് ചെങ്ങൻ രാശിയായിട്ട് വരുമ്പോ മനസ്സിലായില്ല. ഈ 13 ഡിഗ്രി 20 മിനിറ്റ് അതല്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് മേടത്തിൽ 0 മുതൽ 30 ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത്. അതെ, നമ്മൾ 360 ഡിഗ്രിയെ നമ്മൾ 12 ഭാഗിച്ചു. ഈ 12 രാശികളുടെയും പ്രത്യേകം എടുക്കുകയാണ് ഇപ്പോ. അതെ. നമ്മൾ ഈ രാശികളിൽ എവിടെയാണ് കറക്റ്റായിട്ട് നിൽക്കുന്നു, ഏത് നക്ഷത്രത്തിന്റെ ഏത് പാദത്തിൽ നിൽക്കുന്നു എന്ന് വരെ നമ്മൾ ഇതിൽ പഠിക്കുകയാണ്. മനസ്സിലായോ?
ഒരു നോക്കാം. ഡിഗ്രി എത്ര നാഴിക വിനാഴികയാണ് ഒരു ഡിഗ്രി? 60 ഡിഗ്രിയാണ്. 60 നാഴികയാണ് ഒരു ആ, ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം എന്ന് പറയുന്നത്. 24 മിനിറ്റ് ആണ് ഒരു നാഴിക എന്ന് പറയുന്നത്. 24 മിനിറ്റ് ആണ് ഒരു നാഴിക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, ഓക്കെ. മനസ്സിലായി. നാഴികയുടെ കണക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ അത് പ്രത്യേകം പറഞ്ഞുതരാം. നാഴിക ഇത് മാറ്റുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് ഞാൻ പ്രത്യേകം നോട്ട് ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു സാർ. ഈ നാഴികയൊക്കെ പിന്നെ പറഞ്ഞാൽ മതി സാർ. ഇപ്പൊ നമ്മളിപ്പോ നാഴിക ഉപയോഗിക്കാറില്ല. നമുക്ക് വാച്ചുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴും പല ജ്യോത്സ്യന്മാരും നാഴിക വെച്ചാണ് സമയം എഴുതുന്നത് ജ്യോത്സ്യത്തിൽ. നമുക്കിപ്പോ അതിന്റെ ഒരു ആവശ്യം നമുക്കിപ്പോ വരുന്നില്ല. നമുക്ക് കറക്റ്റ് ഇപ്പം സെക്കൻഡ് വരെ അറിയാൻ പറ്റിയ വാച്ചും മൊബൈലും നമ്മുടെ കയ്യിലുണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് വാച്ച് നോക്കിയാൽ അറിയാം ഏത് മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് എന്നുള്ളത്. അപ്പൊ നാഴിക നമ്മൾ എടുത്താൽ നമ്മൾ ഓരോ സ്ഥലത്തെയും ഗ്രഹങ്ങൾ, നമ്മൾ ഓരോ സ്ഥലത്തെയും പിന്നെ ഉദയം അറിയണം, അസ്തമയം അറിയണം, അവിടെ നിന്ന് ഇത് തുടങ്ങണം. അപ്പൊ അതിന്റെ ഒരു ആവശ്യം നമുക്ക് ഇപ്പൊ വരുന്നില്ല. നമുക്ക് സമയം കറക്റ്റ് ആയിട്ട് അറിയാം. ആ സമയം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നാഴിക കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ പല പുതിയ ജാതകങ്ങളിൽ പലയിടത്തും ഇപ്പോഴും സമയം എഴുതാതെ നാഴിക മാത്രം എഴുതി. നമ്മളിപ്പോ ഒരു കുട്ടി ജനിക്കുമ്പം ആരും ഇത്ര നാഴിക, ഇത്ര വിനാഴിക എന്ന് പറയാറില്ല. ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റ് എന്നേ പറയുള്ളൂ. അത് എന്തിനാണ് നാഴിക? പിന്നെ നമ്മൾ ഇറങ്ങി ഉപയോഗിക്കുന്നുമില്ല ജാതകത്തിൽ. പിന്നെ അപ്പൊ അത് വീണ്ടും നമ്മൾ അവിടെ ഒരുപാട് ജാതകം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ രണ്ടാമത് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇത് കറക്റ്റ് ഏത് സ്ഥലമാണ്, ഇത് കറക്റ്റ് ഈ സമയമാണോ എന്ന് ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പൊ നമുക്കിവിടെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ ചാർട്ട് നോക്കുകയാണ് ഞാൻ ഇനി. അപ്പൊ ഇതിനകത്ത് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, തീർത്തിട്ട് പോവാം. സാറ് ഒരു കാര്യം ചെയ്താൽ മതി. 12 രാശിയില്ലേ, ആ രാശിയിലെ അത് ഇപ്പൊ നമ്മുടെ മേടം രാശി മാത്രം ഇന്ന് സാറ് പറയുക, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ അതനുസരിച്ച്. ഇപ്പൊ മേടത്തില് വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയല്ലേ. അപ്പൊ അത് ഇവിടെ നിന്നിട്ട് ഇപ്പൊ ഇത് വീണ്ടും ഞങ്ങൾക്ക് സംശയം വന്നത് സാർ ഇതെല്ലാം പറഞ്ഞപ്പോ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇതിലിപ്പോ ഞാൻ എളുപ്പത്തിൽ ചെയ്തതെന്ന് വെച്ചാല് ഓരോ ഗ്രാഹത്തിലും നമ്മൾ ആ 30-നകത്ത് വെച്ചേ നമ്മൾ നിർത്തുന്നുള്ളൂ. ഇപ്പൊ മേടൻ രാശിയില് 2.5 നക്ഷത്രം വരുന്നത് 30 ഡിഗ്രിയിലാണ്. പക്ഷെ ഇവിടെ 31 തുടങ്ങുന്നതിന് പകരം ഇടവൻ രാശിയിൽ 31 ഡിഗ്രി എന്ന് പറയുന്നതിന് പകരം ഇടവൻ രാശിയിലെ 0 ഡിഗ്രി എന്നാണ് ഞാൻ പറയുന്നത്. 2.25 നക്ഷത്രം അല്ലേ? 2.25 നക്ഷത്രം. 2.5 വരത്തില്ലേ? 2.25 നക്ഷത്രം. 9 പാദം 3 ഡിഗ്രി 20 മിനിറ്റ് വെച്ചുള്ള 9 പാദം. അപ്പം ഓരോ ഇവിടെ ഞാനിപ്പം ഓരോ രാശിയുടെയും ഡിഗ്രി കൊടുത്തു. അപ്പൊ നമുക്കിപ്പം ഉദാഹരണത്തിന് ഒരാള് പറയുന്നു, എന്റെ ലഗ്നം നിൽക്കുന്നത് 91 ഡിഗ്രിയിലാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഈ 90 തുടങ്ങുന്ന എവിടെയാ? കർക്കിടകത്തിലാ. അപ്പൊ കർക്കിടകൻ രാശി പോയിട്ട് 1 ഡിഗ്രി എടുക്കണം. അതിന് പകരം നമ്മള് പറയുന്നത് മേടൻ രാശിയിൽ ഇത്ര ഡിഗ്രി എന്ന് പറയും. അപ്പൊ നമ്മൾ വലിയ കണക്കൂട്ടലിൽ പോകുന്നില്ല. സാറേ 90 തുടങ്ങുന്നത് കർക്കിടകത്തിലാണ് എന്നുള്ളത് സാറ് പറയുന്നത് ഓരോ രാശി 27 ഡിഗ്രി ആണെന്നുള്ളത്, അല്ലെങ്കിൽ 30 ഡിഗ്രി കണക്കൂട്ടുന്നതുകൊണ്ടാണ്. 27 അല്ല, ഒരു രാശി 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. മേടൻ രാശി 30 ഡിഗ്രിയിൽ അവസാനിക്കുന്നു. ഇടവൻ രാശി 60 ഡിഗ്രിയിൽ അവസാനിക്കുന്നു. മിഥുനൻ രാശി 90 ഡിഗ്രിയിൽ അവസാനിക്കുന്നു. കർക്കിടകൻ രാശി 120 ഡിഗ്രിയിൽ അവസാനിക്കുന്നു. ചിങ്ങൻ രാശി സാറ് ഇപ്പൊ പറഞ്ഞു തന്നായിരുന്ന അശ്വതി മുതൽ രേവതി വരെ ഉള്ളത് ഈ 30, 60, 90 ആ രീതിയിലെന്ന് പറഞ്ഞുതരാവും. 27 നക്ഷത്രങ്ങളാണ് അശ്വതി മുതൽ. അത് സാറ് ഈ 30 ഡിഗ്രി വെച്ചൊന്ന് പറഞ്ഞുതരാവോ? 30, 60, 90 എന്നുള്ള രീതിയിൽ. അപ്പൊ ഞങ്ങക്ക് സംശയം വരില്ല. ഇതിപ്പോ സാറ് പറയുന്ന ഓരോന്നിലും ഓരോ രാശിയും 1 തൊട്ട് 30 വരെ, വീണ്ടും 1 തൊട്ട് 30 വരെ ആകുമ്പോ ഇതെങ്ങനെ കമ്പൈൻ ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാമെന്നൊരു ഡൗട്ട് വരും.
ഒന്നും ജോയിൻ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത്, നമ്മൾ ഒരാളുടെ വീട് പറയുമ്പം എപ്പോഴും ഇന്ന റോഡിൽ ഇത്രാമത്തെ വീടെന്ന് പറയാൻ ഞാൻ പോരെ. ശരി, ഞങ്ങൾക്ക് മനസ്സിലായി സാർ. അതല്ല സാർ ഇപ്പൊ പറയാനുള്ളത്. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ കണക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മേടം തൊട്ട് 12 രാശികളും പറയുക. അപ്പൊ അതിന്റെ എത്ര ഡിഗ്രി ആണെന്ന് പറയുക. കാരണം ഒരു എന്ന് പറഞ്ഞാൽ മേടത്തില് 30 തൊട്ട് 60 വരെ അല്ലേ സാറേ? അല്ല, അതിനുശേഷം വരും. ഇപ്പൊ സാറ് വീണ്ടും പറയുന്നത് വ്യത്യാസം വന്നപ്പോ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. ആ കൺഫ്യൂഷനാണ് ഞങ്ങൾ. ഞാൻ ഇതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ 360 ഡിഗ്രിയെ നമ്മള് 30 ഡിവൈഡ് ചെയ്ത് ഓരോ രാശിക്ക് കൊടുത്തു. ഓരോ രാശിയും തുടങ്ങുന്നത് അതിന്റെ 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയാണ്. അത് മനസ്സിലായി സാർ. അപ്പൊ നമ്മള് KP ജ്യോതിഷത്തിൽ നമ്മൾ ഓരോ രാശിയിൽ വരുമ്പോ നമ്മൾ ആ രാശിയും അതിന്റെ ഡിഗ്രിയും ആണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ രാശി പറയും, അടുത്ത നക്ഷത്രത്തിനും പറയും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപാധിപൻ പറയും. ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നു, ഇപ്പൊ മകൻ നക്ഷത്രത്തില് 5 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അശ്വതിയിൽ നമ്മൾ മേടത്തിൽ പോവോ, ഇടവത്തിൽ പോവോ, ചിങ്ങത്തിൽ പോവോ? ചിങ്ങത്തിലേ പോവും. ഉത്തര നക്ഷത്രത്തില് 5 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മള്. ഉത്തര നക്ഷത്രം 5 ഡിഗ്രി എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ പോവും? ഉത്തര നക്ഷത്രത്തിന്റെ 3.25 ഡിഗ്രി നമ്മൾ ചിങ്ങത്തിൽ തീരുകയാണ്, കന്നിക്കൂറി പോകും. അപ്പൊ നമുക്കത് ഒരിക്കലും തെറ്റത്തില്ല. അപ്പൊ നമുക്ക് ഓരോ നക്ഷത്രങ്ങളുടെ ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം വരത്തില്ല. അത് നമ്മൾ ഇന്ന നക്ഷത്രം എന്ന് പറയുന്നതിന് പകരം ഇപ്പൊ ഞാൻ പറയുന്നു, ഞാൻ 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 155 ഡിഗ്രിയിൽ എന്റെ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ 155 ഡിഗ്രി നമ്മൾ ഓർത്തിരിക്കുന്നതിലും ഭേദം കന്നിയിൽ 5 ഡിഗ്രി, ഒന്നിൽ കന്നിയിൽ 5 ഡിഗ്രി, അല്ലെങ്കിൽ ഉത്തരത്തിന്റെ 5ാമത്തെ ഡിഗ്രി എന്ന് പറയുന്നതല്ലേ എളുപ്പം. നമ്മൾ അവിടെ പോയി വീണ്ടും 155ാമത്തെ ഡിഗ്രിയിലാണ് എന്റെ നക്ഷത്രം നിൽക്കുന്ന പറഞ്ഞാല് നമ്മൾ 360 നോക്കണം, പിന്നെ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കണം. അതിലും നല്ലത് എന്റെ ഉത്തര നക്ഷത്രത്തില് 5 ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കന്നി ഡിഗ്രിയിൽ 5 ഡിഗ്രിക്കകത്താണ് നമ്മുടെ നക്ഷത്രം നിൽക്കുന്നത്. 5 ഡിഗ്രിക്കകത്താണ് നക്ഷത്രം നിൽക്കുന്നത്, നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മള് സോഡിയാക്കിയിട്ട് മൊത്തം ഡിഗ്രി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇപ്പം KP ജ്യോതിഷത്തില് എങ്ങും ഈ 30 ഡിഗ്രി കൂടുതൽ എങ്ങും പറയാറില്ല. ഓരോ സ്ഥലത്തും അതിന്റെ ഡിഗ്രി 30 ഡിഗ്രിക്കകത്തുള്ള ഡിഗ്രി ആയിരിക്കും KP ജ്യോതിഷത്തില് ചാർട്ടിൽ വരുന്നത്. ഇതുണ്ടോ? ഒരു ജ്യോതിഷരുടെ തിരക്കി വരുന്ന ഒരു വ്യക്തി, അദ്ദേഹം വന്നു, തിരുമേനി എന്റെ നാള് മകയിരമാണ്, എനിക്ക് ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ട് എന്ന്, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവര് ചോദിക്കുന്നത്. നമ്മൾ എവിടെയാണ് എങ്ങനെയാന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്ക് ബർത്ത് ടൈം വേണം. അത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ബർത്ത് ടൈം വേണ്ടേ? ബർത്ത് ടൈം വെച്ച് കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ നമുക്ക്. ബർത്ത് ടൈം അവര് തരുന്നില്ല, അവർക്കില്ല, ബർത്ത് ടൈം ഇല്ല. അപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബർത്ത് ടൈം കറക്ഷൻ കൊടുക്കേണ്ടി വരും. മകേരം പകുതി ഇപ്പുറത്ത് പോകും, മകേരം പകുതി അപ്പുറത്ത് പോകും. അതെ, അവന്റെ സ്വഭാവം എടുക്കും. ഇടവൻ രാശിയുടെ സ്വഭാവമാണോ മിഥുന രാശിയുടെ സ്വഭാവം എന്ന് എടുക്കും. അല്ലെങ്കിൽ 4 പാദമുണ്ട്, ആ 4 പാദം എടുക്കും. 4 പാദത്തിന്റെ നവാംശം എവിടെ നിൽക്കുന്നു, അതിന്റെ രാശി ഗുണം, അതിന്റെ രാശി ഗുണവും രാശിയുടെ രാശി ഗുണം മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നത്. എന്നാലും അവിടെ വീണ്ടും പ്രശ്നം വരുന്നു. 3ാമത്തെ 4ാമത്തെ നവാംശത്തിൽ പോകുമ്പോൾ അതിന്റെ 3ാമത്തെ 4ാമത്തെ ആ സ്ഥാനത്ത് പോയി നമുക്ക് അതിന്റെ രാശിയുടെ ഗുണം കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. KP ജ്യോതിഷത്തില് ഒരാൾക്ക് ബർത്ത് ടൈം അറിയില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് ഒരു കുഞ്ഞിന്റെ സമയം കൊണ്ടുവരികയാണ്, ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ സമയം കൊണ്ടുവരുന്നു. ആ സമയം അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിന്റെ 10 വർഷത്തിനകത്തുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കി എടുക്കാൻ ഒക്കത്തില്ല. അതിന് ഒരു മനുഷ്യൻ, ഒരു കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ വരുന്നു, എനിക്ക്
മകയുടെ നക്ഷത്രമാണ്, എനിക്കൊന്ന് നോക്കണം, എന്റെ ജാതകം നോക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങയുടെ കല്യാണം എടുക്കാം, അങ്ങയുടെ കുട്ടിയുടെ ജനനം എടുക്കാം. ആ സമയം എടുത്തിട്ട് ഇതിനകത്ത് ഏത് ഗ്രഹങ്ങളാണ് ദശയിലാണ് വരുന്നത് നോക്കാം. ആ ദശ ഇതിനകത്ത് ഏത് നക്ഷത്രത്തിലാണ് വരുന്നത്, ആ നക്ഷത്രവുമായിട്ട് നോക്കുക. എന്നിട്ട് നക്ഷത്രത്തിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സബ്ലോഡ് എന്ന് പറയുന്ന ഉപാധിപന്റെ നക്ഷത്രമായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ മാച്ച് ചെയ്തെടുക്കുന്നു. അതാണ് ബർത്ത് റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതിന് പകരം ചെയ്യുന്നത് ഏറ്റവും എളുപ്പപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ സമയത്ത് ഒരു പ്രശ്നം വെക്കുന്നു. പുള്ളിയെടുത്ത് നമ്മൾ ചോദിക്കുന്നു, എനിക്കൊരു നമ്പർ ഇതാ, 250 താഴെ ഒരു നമ്പർ ഇതാ. ആ നമ്പർ വെച്ചിട്ട് നമ്മളൊരു KP ജ്യോതിഷത്തിന്റെ ചാർട്ട് ഉണ്ടാക്കുന്നു. ആ ചാർട്ട് വെച്ചിട്ട് അങ്ങനെ എന്താണ് പറഞ്ഞത് ആ സാധനം അവിടെ വെച്ച് കണക്ട് ആക്കുന്നു. എന്നിട്ട് അങ്ങേരുടെ ആ സമയവും അങ്ങേരുടെ പാസ്റ്റ് ടൈം ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് കറക്റ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് പതുക്കെ പഠിക്കാവുന്നില്ല. ആദ്യം കയറി ബർത്ത് റെക്ടിഫിക്കേഷൻ പഠിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, അല്ലേ? അതെ സാർ, നമുക്ക് ചാർട്ട് ആദ്യം പ്രിലിമിനറി ആയിട്ട് കാര്യങ്ങൾ പോയി ഇതിൽ ഓരോ സംഭവങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് അവസാനം ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പോഴേ പോയി ബർത്ത് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പോയാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ഇത് തന്നെ ഇപ്പൊ നമുക്ക് ഡിഗ്രി സിസ്റ്റം തന്നെ ഇപ്പൊ തന്നെ ഇതിനകത്ത് കൺഫ്യൂഷൻ വന്നു, അല്ലേ? ഞാൻ 30 ഡിഗ്രി വെച്ചപ്പോ തന്നെ കൺഫ്യൂഷൻ വന്നു, ഇല്ലേ? അപ്പൊ നമ്മൾ വിടുക. നമ്മളിപ്പം ഇതിനകത്ത് ഏറ്റവും എളുപ്പം നമ്മളെ KP ജ്യോതിഷത്തിന്റെ ചാർട്ടിൽ കാണിക്കുന്നത് എല്ലാ ഡിഗ്രിയിലും 30 ഡിഗ്രി വരെ കാണിക്കുള്ളൂ, മൊത്തം ഡിഗ്രി കാണിക്കത്തില്ല. അപ്പം നമ്മൾ അത് കുറച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് ഡിഗ്രി എടുക്കാം, ഇന്നടുത്ത് നിൽക്കുന്നതെന്ന് അറിയാം. KPയുടെ ജ്യോതിഷത്തിൽ അങ്ങനെ ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ജ്യോതിഷത്തിൽ പോയാലും അവിടെയും മൊത്തം ഡിഗ്രി കൊടുക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാം. ഓരോ ഗ്രഹം ഏതിന്റെ ഡിഗ്രി പോകുന്നുള്ള അല്ലാതെ എടുക്കാനുള്ള ഓപ്ഷൻ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറിലും കാണും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ചാർട്ട് നോക്കാം. ശരി സാർ. സാർ, ഈ ചാർട്ടിൽ ഈ കാണിക്കുന്ന എല്ലാ ചാർട്ടും തരുമില്ല സാർ? ആ, തരാം. ഓക്കെ, ശരി, താങ്ക് യു. ഇതില് നമ്മൾ ആദ്യം ഗ്രഹങ്ങൾ മാത്രം നോക്കുകയാണ്. ഗ്രഹത്തിന്റെ ഓരോ ഗ്രഹങ്ങളുടെയും ഡിഗ്രി ഇവിടെ എഴുതിയിട്ടുണ്ട്. രവി എന്ന് പറയുന്നത് 0 ഡിഗ്രി 14 മിനിറ്റ് ആണ്. അത് കാണുന്നില്ലല്ലോ സാറേ, അത് ഇട്ടിട്ടില്ലേ? നീല കളറില് ഇല്ല, കാണുന്നില്ല. കാണാത്ത കണ്ടു സാറേ. മേടം രാശിയിൽ പോവുക. മേടം രാശിയില് എന്ന് എഴുതിയിട്ടുണ്ട്. രവി 0 ഡിഗ്രി 14 മിനിറ്റ്, അല്ലേ? ഈ 0 ഡിഗ്രി 14 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മേടത്തിൽ പോയി 0 ഡിഗ്രി മുതൽ 13 മിനിറ്റ് വരെ നമുക്ക് എന്തായി? പിന്നെ കേതു ഇവിടെ ബ്രാക്കറ്റിൽ കേതു നിന്നിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇത്രയും ചെറുതാവുന്നതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് ഓക്കെ. ഇതില് രവി നിൽക്കുന്നത് ഞാൻ ഈ ചാർട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. രവി 0 ഡിഗ്രി 14 മിനിറ്റ് 43 സെക്കൻഡ്. ഞാൻ ഇത് ചാർട്ടിനകത്ത് 2 വരുള്ളൂ, പക്ഷെ ഡീറ്റെയിൽ അല്ലാതെ നമുക്ക് ഇല്ലാത്ത ടേബിളിൽ നമുക്ക് സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ കിട്ടും. അത് മേടൻ രാശിയിലാണ്. മേടൻ രാശിയിൽ 0 ഡിഗ്രി 14 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അശ്വതിയുടെ ആദ്യത്തെ പാദമായി. ഇതാ അശ്വതിയുടെ ആദ്യത്തെ പാദം. അപ്പം അവിടുത്തെ അതിന്റെ രാശിയുടെ അധിപൻ ഏതാണ്? മേടൻ രാശിയാകുമ്പോ കുജനായി അതിന്റെ അധിപൻ. നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? അശ്വതിയാകുമ്പം കേതുവായി. അപ്പോ സൂര്യൻ നിൽക്കുന്നത് മേടൻ രാശിയില് അശ്വതി നക്ഷത്രത്തില്, അതിന്റെ കുജന്റെ രാശിയായ മേടത്തില് കേതുവിന്റെ
നക്ഷത്രമായ അശ്വതിയുടെ ഒന്നാം പാദത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. ഓക്കെ. ഈ കോളം തൽക്കാലം ഞാൻ ഇവിടെ വിടുകയാണ്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാം. ഓരോ ഗ്രഹങ്ങളും നോക്കിയ ശേഷം അടുത്തത് പറയാം. ചന്ദ്രൻ നിൽക്കുന്ന എവിടെ നോക്കിയേ? ചന്ദ്രൻ നിൽക്കുന്നത് 7 ഏഴിലല്ല, ഏഴിലെന്ന് പറയരുത്, തുലാത്തില്. തുലാം. 7 പറയാറായില്ല നമ്മള്, ശരി. മനസ്സിലായ? ആ. തുലാത്തില് 11 ഡിഗ്രി 36 മിനിറ്റ്. ഓക്കെ. തുലാത്തില് 11 ഡിഗ്രി 36 മിനിറ്റ് എന്ന് പറയും. തുലാത്തില് 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി വരെ ചോദ്യമാണ്, ഇല്ലേ? അപ്പം അതില് 11 ഡിഗ്രി 36 മിനിറ്റ് എന്ന് പറയുമ്പം ഇത് 6:40 കഴിഞ്ഞ് 10 അപ്പോൾ ചോദ്യയുടെ രണ്ടാം പാദം. ചന്ദ്രൻ നിൽക്കുന്നത് 11:36 മിനിറ്റ് തുലാൻ രാശിയിൽ, ചോദ്യയിലെ രണ്ടാം പാദം. അപ്പൊ അവിടുത്തെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രൻ. തുലാത്തിന്റെ രാശ്യാധിപൻ ശുക്രനാണ്. നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവായി. അടുത്തത് ചൊവ്വ കുജൻ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിൽ 4 ഡിഗ്രി 13 മിനിറ്റിലാണ്. 4 ഡിഗ്രി 13 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ നോക്കിയേ, 0 ഡിഗ്രി മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ പുണർദമാണ്. നമ്മുടേത് 4:13 ആണ്. അപ്പൊ 3 ഡിഗ്രി 20 മിനിറ്റ് കഴിഞ്ഞാൽ പൂയമാവൻ. അപ്പൊ പൂയത്തിന്റെ ആദ്യത്തെ പാദം 3:20 മുതൽ 6:40 വരെയാണ് ആദ്യത്തെ. ഓരോ പാദവും 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പം ആ പാദത്തിൽ ഇത് വന്നു. അപ്പം കുജൻ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിൽ പൂയത്തിന്റെ ഒന്നാം പാദത്തിലാണ്. എന്നുവെച്ചാൽ 3 ഡിഗ്രി വന്നു, ഇത് 4ാമത്തെ ഡിഗ്രിയാണ്. 3:20 വരെ പുണർദം കഴിഞ്ഞു, 4 ഡിഗ്രിയിൽ പൂയം തുടങ്ങുകയാണ്. അപ്പൊ പൂയത്തിന്റെ ഒന്നാം പാദം. അപ്പൊ അവിടെ രാശിയുടെ അധിപൻ ആരാണ്? ചന്ദ്രനായി. നക്ഷത്രത്തിന്റെ അധിപൻ ശനിയായി. ഇത്രയും എടുത്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഒന്നുകൂടെ പറയാം സാർ. ഒന്നുകൂടി പറയാം സാർ. സൂര്യൻ നിൽക്കുന്നത് 0 ഡിഗ്രി 14 മിനിറ്റ്. 0 ഡിഗ്രി 14 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോളം എടുക്കുമ്പോൾ 0 മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ അശ്വതിയായി. അപ്പം അശ്വതിയിൽ അശ്വതിയാണ് നിൽക്കുന്നത്. അപ്പൊ അശ്വതിയുടെ 3:20 കൊണ്ടുവരും. ആദ്യത്തെ പാദം 3:20 ആണ്. ഇത് 0:14 അപ്പൊ ആദ്യത്തെ പാദത്തിലായി. ആദ്യത്തെ പാദത്തില് അശ്വതിയുടെ ആദ്യ പാദത്തിൽ നിൽക്കുന്നു. അപ്പൊ സൂര്യൻ നിൽക്കുന്നത് മേടൻ രാശിയില് അശ്വതിയുടെ ആദ്യത്തെ പാദം. അത് ഞാൻ ഇവിടെ എഴുതിയിട്ട് അശ്വതി 1. അപ്പോ ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് കുജനാണ്. അശ്വതി എന്ന നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ കേതുവാണ്. ഈ കോളം തീർന്നു. ഇത് ഞാൻ പിന്നെ പറയാം. ഈ നമ്പർ ഇട്ടേക്കുന്ന ഏത് ഭാഗത്താണ് പിന്നെ പറയാം. അടുത്തത് ചന്ദ്രനിൽ പോയി. ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? തുലാത്തില് 13 ഡിഗ്രി 36 മിനിറ്റ്. നമ്മൾ തുലാത്തിൽ ഇവിടെ പോയി 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി വരെ ചോദ്യമാണ്. രാഹുവിന്റെ നക്ഷത്രമായ ചോദ്യമാണ്. അപ്പൊ ചോദ്യയില് 6:40 മുതൽ 10 വരെ ആദ്യത്തെ പാദവും 10 മുതൽ 13:20 വരെ രണ്ടാമത്തെ പാദവുമാണ്. അത് നമ്മൾ അവിടെ കൂട്ടി 3:20 വെച്ച് കൂട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ചോദ്യയുടെ രണ്ടാമത്തെ പാദമായി. അപ്പം തുലാൻ രാശിയിൽ ചോദ്യയുടെ രണ്ടാം പാദത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോ രാശിയുടെ അധിപൻ, തുലാൻ രാശിയുടെ അധിപൻ ആരാണ്? ശുക്രൻ. ചോദ്യ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? രാഹു നിൽക്കും. അപ്പൊ ഓരോ നക്ഷത്രങ്ങൾക്കും 3 നക്ഷത്രം ഉണ്ടെന്നറിയാലോ. ഓരോ ഗ്രഹങ്ങൾക്കും 3 നക്ഷത്രങ്ങളുണ്ട്. സാറേ, തിരുവാതിര ജ്യോതി ചതയം രാഹു. അതെ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞ് തന്നെ ഞാൻ പഠിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പം ചിലർക്ക് കിട്ടിയില്ല എന്നിരിക്കും, ചിലർക്ക് കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ ചെയ്യുകയാണ്. ഓരോ പാദം 3:20 അല്ലേ സാറേ? 3:20. അടുത്തത് കുജൻ നോക്കുന്നു. കുജൻ നിൽക്കുന്നത് കർക്കിടകത്തിൽ 4 ഡിഗ്രി 13 മിനിറ്റ്. അപ്പോ കർക്കിടകം നമുക്ക് പോയി നോക്കിയാൽ ആദ്യം കാണുന്നത് പുണർദം നക്ഷത്രമാണ്. 3:20 പുണർദം തീരുകയാണ്. 3:20 മുതൽ പുണർദം പൂയം, ശനിയുടെ നക്ഷത്രമായ പൂയം തുടങ്ങിയാണ്. അപ്പം ഇവിടെ വരുന്നത് 3:20 6:40 വരെ പൂയത്തിന്റെ ആദ്യത്തെ പാദമാണ്.
അപ്പൊ കുജൻ നിൽക്കുന്നത് പൂയത്തിന്റെ ആദ്യത്തെ പാദത്തില്. കുജൻ അപ്പൊ പൂയത്തിന്റെ അധിപൻ ആരാണ്? ശനിയാണ്. അപ്പം ചൊവ്വ നിൽക്കുന്നത് പൂയൻ നക്ഷത്രത്തില്, ആ കർക്കിടകം രാശിയില് ശനിയുടെ നക്ഷത്രമായ പൂയ നക്ഷത്രത്തിൽ 1-ാം പാദത്തിൽ നിൽക്കുന്നു. അടുത്ത ബുധൻ. ബുധൻ എവിടെ നിൽക്കുന്നു? ബുധൻ നിൽക്കുന്നത് മീനത്തിലാണ്. 4 ഡിഗ്രി 32 മിനിറ്റ്. ഇവിടെ വലുതായിട്ടുണ്ട്. 4 ഡിഗ്രി 32 മിനിറ്റ് 50 മിനിറ്റ്. മീനത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. 4 ഡിഗ്രി 32 മീനത്തിൽ എന്ത് വരും? 3 ഡിഗ്രി 20 വരെ പൂരിട്ടാതി പോയി. 3:20 മുതൽ 6:20 വരെ, 6:40 വരെ ഉത്രട്ടാതിയുടെ ആദ്യത്തെ പാദമായി. അപ്പം ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി 1-ാം പാദത്തിൽ നിൽക്കുന്നു. ബുധൻ നിൽക്കുന്നത് ഉത്രട്ടാതി 1-ാം പാദം, ശനിയുടെ. അപ്പം അതിന്റെ രാശിയുടെ അധിപൻ വ്യാഴമായി, നക്ഷത്രത്തിന്റെ അധിപൻ ശനിയായി. അടുത്തത് ബുധൻ കഴിഞ്ഞാൽ നമുക്ക് വ്യാഴമായി. വ്യാഴം എവിടെ നിൽക്കുന്നു നോക്കിയേ? വ്യാഴം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇടവൻ രാശിയിൽ 24 ഡിഗ്രി വ്യാഴം 24 ഡിഗ്രി 2 മിനിറ്റ് 33 സെക്കൻഡ് നിൽക്കുന്നു. അപ്പൊ 24 ഡിഗ്രി 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പോയി. മകയിരം തുടങ്ങുന്നത് 23 മിനിറ്റ് 23 ഡിഗ്രി 23 മിനിറ്റ് തുടങ്ങണം. അപ്പം 24 ആയപ്പം അത് മകയിരത്തിന്റെ ആദ്യത്തെ പാദമായി. മകയിരത്തിന്റെ ആദ്യത്തെ പാദത്തില് വ്യാഴം നിൽക്കുന്നു. അപ്പൊ മകയിരത്തിന്റെ നക്ഷത്രത്തിന്റെ അധിപനാരാണ്? ചൊവ്വയാണ്. അപ്പോ വ്യാഴം നിൽക്കുന്നത് ശുക്രന്റെ രാശിയായ ഇടവത്തില്, കുജന്റെ നക്ഷത്രമായ മകയിരത്തിന്റെ 1-ാം പാദത്തിൽ നിൽക്കുന്നു. അടുത്ത് നമ്മൾ ശുക്രനിൽ പോവുകയാണ്. ശുക്രൻ നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. മീനൻ രാശിയിൽ 0 ഡിഗ്രി 31 മിനിറ്റ്. 0 ഡിഗ്രി 31 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മീനൻ രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ പുണർദത്തിന്റെ 1-ാം പാദമായി. അപ്പോ ശുക്രൻ നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയായ മീനത്തില്, വ്യാഴത്തിന്റെ നക്ഷത്രമായ ഉരുട്ടാതിയുടെ 4-ാം പാദത്തിലാണ് നിൽക്കുന്നത്. അവിടെ 4-ാം പാദമാണ് നിൽക്കുന്നത്. ഉരുട്ടാതി 4-ാം പാദമാണ് 3 ഡിഗ്രി 20 വരെ. അപ്പോ ശുക്രൻ നിൽക്കുന്നത് മീനൻ രാശിയില്, മീനത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. ഉരുട്ടാതി 4-ാം പാദം നിൽക്കുന്നു, അതും വ്യാഴത്തിലാണ്. അപ്പം വ്യാഴത്തിന്റെ നക്ഷത്രത്തിലും വ്യാഴത്തിന്റെ രാശിയിലുമാണ് ശുക്രൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ശനി പോവുകയാണ്. ശനിയും അതിനടുത്താണ് നിൽക്കുന്നത്. 1 ഡിഗ്രി 54 മിനിറ്റ്. അതും ഇതുപോലെയാ, 3 ഡിഗ്രി 20 മിനിറ്റിനകത്താണ്. അതും ഉരുട്ടാതിയുടെ 1-ാം പാദമായി. അപ്പം അതും വ്യാഴത്തിന്റെ രാശിയില്, മീനത്തില്, വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരിട്ടാതി രാശിയുടെ പൂരിട്ടാതി നക്ഷത്രത്തിന് 4-ാം പാദമായി. അത് കഴിഞ്ഞ് രാഹു 1:55 നിൽക്കുന്നത്. 1:55 എന്ന് പറഞ്ഞാൽ രാഹു അവിടെ തന്നെ 3:20 അതും വ്യാഴത്തിന്റെ പൂരിട്ടാതി 4-ാം രാശിയാണ്. രാഹു നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയായ മീനത്തില്, വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരിട്ടാതിയില് രാഹു നിൽക്കുന്നു. നേരെ എതിരായിരിക്കും നമുക്ക് കേതു നിൽക്കുന്നത്. കേതു നിൽക്കുന്ന എവിടെയാ? കന്നി രാശിയില് 1:55. കന്നി രാശി ഇവിടെ നോക്കിയാൽ 0 മുതൽ 10 ഡിഗ്രി വരെ ഉത്തരത്തിന് 2, 3, 4 ആണ്. അപ്പം ഉത്തരത്തിന് 2, 3, 4 ആയപ്പോ ഉത്തരത്തിന്റെ രണ്ടാമത്തെ പാദം നിൽക്കുന്നത് 3:20 അപ്പൊ കേതു നിൽക്കുന്നത് കന്നി രാശിയില് ഉത്തരത്തിന്റെ 2-ാം പാദത്തിൽ നിൽക്കുന്നത്. അപ്പൊ കന്നി ആരുടെ രാശിയാണ്? ബുധന്റെ രാശിയാണ്. അപ്പം ബുധരാശിയായ കന്നിയില് രവിയുടെ രാശി സൂര്യ നക്ഷത്രമായ ഉത്തരത്തിന്റെ 1-ാം പാദത്തിൽ കേതു നിൽക്കുന്നു. ഇതാണ് ഗ്രഹങ്ങൾ നമ്മൾ വെക്കുന്നത്. ഇതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് തീർത്തിട്ട് നമുക്ക് അടുത്ത ഭാവത്തിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോൾ എടുക്കാം. സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എന്താ വേണമെന്ന് പറയാം. ഈ സംശയം നമുക്ക് ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോക്കത്തില്ല. ഇവിടെ ഈ സംശയം തീർക്കണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് 2 or 3 സാമ്പിൾ തരും, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നല്ലത് സാറേ. ഒന്നുകൂടെ തരാം സാറേ. എല്ലാം കൂടെ പറയണ്ട സാറേ. നമുക്ക് മേടൻ രാശി മാത്രം നോക്കാം. അപ്പൊ അങ്ങനെ ഓരോന്നും ക്ലിയർ ചെയ്തിപ്പോ
ഓക്കെ, അതാണ് മേടൻ രാശി. മേടൻ രാശിയിൽ എന്തൊക്കെ ഉണ്ട് ഇപ്പം? മേടൻ രാശിയിൽ 2 കാര്യങ്ങളുണ്ട്. ലഗ്നവും ഉണ്ട്, രവിയും ഉണ്ട്, ആദിത്യനുണ്ട്. അപ്പൊ ലഗ്നം തുടങ്ങുന്ന എവിടെയാണ്? 12 ഡിഗ്രി 14 അത് ഞാൻ അടുത്ത ചാർട്ട് തരാം. അത് തന്നെ തരാം, കുറച്ചുകൂടെ എളുപ്പമായത്. ഇത് ഇവിടെ മേടം. ഞാൻ അവിടെ ആ സ്ഥലം ഇല്ല, ഈ ഒരു സാധനം ചാർട്ട് അവിടെ ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് 2 ആക്കിയാണ്. ഇതുകൂടെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് വരെ ഈ സാധനം ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മനഃപ്പാടം ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത് ഓരോ ചാർട്ടിൽ ഇത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാ കണ്ടുപിടിക്കാനായിട്ട്. ചാർട്ട് കാണാണ്ട് പഠിക്കണല്ലേ സാറേ? ചാർട്ടല്ല കാണാൻ പഠിക്കുന്നത്, ഈ ഒരു സാധനം നമുക്കറിയണം. ഇത് നമുക്ക് റെഫറൻസ് ആണിത്. നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ഹൃദയസ്ഥമാവും. ആദ്യം കുറച്ച് നാൾ റെഫർ ചെയ്യുമ്പോൾ പിന്നെ നമുക്കറിയാം ധനുരാശി എവിടെ തുടങ്ങുന്നു, മകരം എവിടെ നിൽക്കുന്നു, ഏത് നക്ഷത്രം ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു നമുക്കറിയാം. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് തീർച്ചയാവും. ചാർട്ട് പരിശീലിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതും കൂടെ വെച്ച് നമ്മൾ റെഫർ ചെയ്ത് പോകുന്നു. മനസ്സിലായ? അപ്പൊ ഒന്നാമത്തെ രാശി, 1-ാം ഭാവം. സാറേ ഒരു സംശയം സാർ, ഇപ്പം ഗ്രഹങ്ങളൊക്കെ രാശിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊരു ജാതകം എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇപ്പൊ നിലവിലുള്ള സ്ഥിതിയാണ് അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ആദ്യം പഠിക്കുന്നത് ഓരോരുത്തരുടെ ജാതകമാണ് നമ്മളിപ്പോ ആദ്യം പഠിക്കുന്നത്. പക്ഷെ ജാതകം എന്ന് പറയുന്നത് തന്നെയാണ് രാശി. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ചോദിച്ചത് ഈ ഇപ്പൊ ചാർട്ടിട്ടിരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇട്ടിരിക്കുന്നത്, അപ്പൊ നിലവില് ഗ്രഹസ്ഥിതിയാണ് ജാതകമാണ്. അല്ലല്ല, 14/4/2025 രാവിലെ 7 മണിക്കുള്ള രാശി ചക്രമാണ് ഇത്. ചിലപ്പോ ആ സമയത്ത് ആരെങ്കിലും ജനിച്ചതായിരിക്കാം. നമ്മൾ അത് വിടുക, നമുക്ക് ആദ്യം ചാർട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് വരുമ്പോൾ ആ കാര്യങ്ങളിലോട്ട് പോവാം. തൽക്കാലം നമുക്ക് ആദ്യം ഗ്രഹങ്ങളും ഭാവത്തിന്റെ പൊസിഷൻ നമുക്ക് ആദ്യം പഠിക്കാം. ഒന്നാമത്തെ രാശി 12 ഡിഗ്രി 14 മിനിറ്റ് 12 ഡിഗ്രി 14 മിനിറ്റ് 30. നമ്മൾ മേടൻ രാശിയിൽ പോയി. മേടൻ രാശിയിൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ അശ്വതിയാണ്. അപ്പൊ 1-ാം ഭാവം തുടങ്ങുന്നത് എവിടെയാണ്? 12 ഡിഗ്രി 14 മിനിറ്റ് അശ്വതി നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിലാണ്. അശ്വതി നക്ഷത്രത്തിന്റെ ഞാൻ കറക്റ്റ് ചെയ്തുതരാം, 4-ാം പാദത്തിലാണ്. ഇവിടെ തെറ്റിപ്പോയി. 13 ഡിഗ്രി വരെ 4-ാം പാദമാണ്. അശ്വതിയുടെ 4-ാം പാദത്തിലാണ് ഒന്നാം പാദം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ രാശി ഏതായി? രാശ്യാധിപൻ കുജനായി, കേതു നക്ഷത്രമായി. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നോട്ട് തരാം. ഓക്കെ, മേടം രാശി തുടങ്ങുന്നത് മേടൻ രാശിയല്ല, 1-ാമത്തെ ഭാവം, 1-ാമത്തെ കസ്പ് എന്നാണ് നമുക്കത് പറയേണ്ടത്. അത് നമുക്ക് മലയാളം അറിഞ്ഞില്ലെങ്കിൽ, ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ ഉപയോഗിക്കുന്നതിലും നമ്മൾ KP ഉപയോഗിക്കും. കസ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അത് ശീലിച്ചെടുക്കണം നമ്മൾ പതുക്കെ. അത് നമുക്ക് ആ 1-ാം രാശിയുടെ അതിർത്തിയാണത്. 1-ന്റെയും 12-ാം രാശിയുടെ 1-ാം രാശിയുടെ അതിർത്തിയാണ് ഈ ലഗ്നം എന്ന് പറയുന്നത്. അപ്പൊ ലഗ്നത്തിന്റെ തുടക്കമാണത്. നമ്മൾ അതിനെ ലഗ്നം എന്നല്ല നമ്മൾ പറയുന്നത്, അസെൻഡന്റ് എന്നും പറയുന്ന വെച്ചാൽ ഇംഗ്ലീഷിൽ അസെൻഡന്റ് എന്ന് പറയുന്നത്. അങ്ങനെയും പറയാറില്ല, ലഗ്നം എന്നും പറയാറില്ല. അത് കസ്പ്, 1-ന്റെ കസ്പ്, 2-ന്റെ കസ്പ്, 3-ന്റെ കസ്പ് എന്ന് തന്നെ പറയുന്നത് നമ്മൾ. 1-ാം ഭാവം തുടങ്ങുന്നത് 12 ഡിഗ്രി 14 മിനിറ്റ്. കുജന്റെ രാശിയായ മേടത്തില് കേതുവിന്റെ നക്ഷത്രമായ അശ്വതിയുടെ 4-ാം പാദത്തിൽ ഒന്നാം രാശി തുടങ്ങുന്നു. അപ്പൊ ഇതിന്റെ കൂടെ ഒന്നുകൂടെ നമുക്ക് പോവാം. രാശി എവിടെ? സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്? 0-ത്തിലാണ്. ലഗ്നം തുടങ്ങുന്നത് എവിടെയാണ്? 12 ഡിഗ്രി 14 മിനിറ്റിലാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3 ഡിഗ്രി 20 മിനിറ്റിനകത്താണ്, അല്ലെങ്കിൽ 3 ഡിഗ്രിക്കകത്താണ് ഈ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ, ഇതിന്റെ ഈ ഭാവത്തിന്റെ തുടക്കത്തിന്റെ അടുത്ത് നിൽക്കുന്നെങ്കിൽ നമ്മൾ ആ ഭാവമായിട്ട് എടുക്കാം. അതിന് ആ 3 ഡിഗ്രിക്ക് മേൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് മുമ്പത്തെ രാശിയായിട്ട് എടുക്കുന്നു. അപ്പൊ രാശി എന്ന് പറയുന്നത് രവി നിൽക്കുന്ന 1-ലല്ല, രവി നിൽക്കുന്നത് 12-ലാണ്. അപ്പൊ നമ്മള് ആലോചിക്കണം, നമ്മളൊരു ഫലം പറയുമ്പോൾ അപ്പം ലഗ്നത്തിൽ രവി ഉച്ചസ്ഥനായ രവി ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയാൻ നമുക്കൊക്കത്തില്ല ഇതിൽ വെച്ച്.
ലഗ്നം തുടങ്ങുന്ന ഇതിലായതുകൊണ്ട് ലഗ്നം 12ന്റെ ഗുണങ്ങളെ തരുവുള്ളൂ, 1ന്റെ ഗുണം തരത്തില്ല. അപ്പൊ സാറേ 14 ഡിഗ്രി കൂടെ 3:20 കൂട്ടണം, എന്നിട്ട് 12 നോക്കണം അല്ലേ? 14 അല്ല 14 0 to 0.14 എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റിനകത്തല്ലേ വരുന്നത്. നമുക്ക് അവിടെ കൂട്ടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതാണ് ഞാൻ വലിയ ഡിഗ്രി പോവാത്തത്. അപ്പൊ 13 ഡിഗ്രി 20 മിനിറ്റിനകത്താണ് രവി നിൽക്കുന്നത്. പക്ഷെ ലഗ്നം നിൽക്കുന്നത് 12-14 ലഗ്നം 1-ാം ഭാവം തുടങ്ങുന്നുള്ളൂ. അതുവരെ 12-ാം ഭാവമാണ്. അപ്പൊ രവി നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. ഇടവൻ രാശി അല്ല, പിന്നെ 12-ാം ഭാവത്തില് മേടൻ രാശിയില് അശ്വതിയുടെ 1-ാം പാദത്തിലാണ് രവി നിൽക്കുന്നത്. ഓക്കെ. ഇനി 2-ാം ഭാവം എന്ന് വെച്ചാൽ ഇടവമാണ്. അത് അവിടെ തുടങ്ങുന്നത് 11 ഡിഗ്രി 57 മിനിറ്റ് 17 സെക്കൻഡിലാണ്. അപ്പൊ ഇടവത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പം 11 ഡിഗ്രി 57 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടവത്തിന്റെ കോളത്തിൽ പോകണം. 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ രോഹിണിയാണ്. സാറേ ഒരു ഡൗട്ട് സാറേ, മേടത്തില് 14 അല്ലേ മൊത്തം? 0 to 14 അല്ല 14 അല്ലേ? 0 ഡിഗ്രി 14 മിനിറ്റ്. ഇവിടെ നോക്കി ഈ കോളത്തിൽ നോക്കിയാൽ മതി. അതിന് മുമ്പത്തെ ചാർട്ടില് ഈ കോളത്തിലോട്ട് 0 ഡിഗ്രി 14 മിനിറ്റ് 43 സെക്കൻഡ്. ഇതാണ് സൂര്യന്റെ ആ ദിവസത്തെ പൊസിഷൻ. എന്നുവെച്ചാൽ മേടം 14 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 14 എന്ന് പറഞ്ഞാൽ മേടം വിഷു തുടങ്ങുക. മേടത്തിന്റെ 1-ാമത്തെ ദിവസമാണ്. മേടം 1 അതാണ് അവിടെ നിൽക്കുന്നത്. 0 ഡിഗ്രി 1 ഡിഗ്രി കഴിഞ്ഞാലേ അത് 2-ാമത്തെ ദിവസം വരുവുള്ളൂ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മേടത്തിന്റെ മേടം 1-ാം തീയതിയാണത്. അപ്പം അത് നമ്മൾ എടുക്കുന്നില്ല, അങ്ങനെ നമ്മൾ പറയുന്നില്ല. നമ്മൾ എടുക്കുന്നത് മേടത്തിന്റെ 1-ാമത്തെ ഭാവം. മേടം 0 to 30. ഓക്കെ ശരി. ഓക്കെ. മേടം 0 to 30. ശരി. ഓക്കെ. അടുത്തത് നമ്മൾ 2-ാം ഭാവം 11 ഡിഗ്രി രോഹിണിയാണ്. അപ്പൊ രോഹിണിയുടെ ഏതിലാ വരുന്നത്? 10 ഡിഗ്രി മുതൽ 23-20 രോഹിണിയാണ്. അപ്പൊ 10ഉം ഒരു 3-20 13-20 വരെ 1-ാമത്തെ രാശിയാണ്, 1-ാമത്തെ പാദമാണ്. താഴെ നിൽക്കുന്നത് രോഹിണിയുടെ 1-ാം പാദമാണ്. അല്ല, രോഹിണിയുടെ 1-ാം പാദമാണ്. അപ്പം അത് മനസ്സിലായില്ല. 24 ഡിഗ്രി വ്യാഴം 24. ഓക്കെ. ഇല്ല, വ്യാഴമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ 1-ാം പാദമാണ് 2-ാം പാദമാണ് ഞാൻ പറഞ്ഞത്. 2-ാം പാദം എന്ന് പറഞ്ഞാൽ 11 ഡിഗ്രി 57 മിനിറ്റ് 17 സെക്കൻഡ് ഇടവൻ രാശി. ഇടവൻ രാശിയിൽ രോഹിണിയുടെ 1-ാം പാദത്തിൽ നിൽക്കുന്നു. അപ്പം നമ്മൾ അവിടെ പറയുമ്പോൾ ഇടവം എന്ന് പറയുന്നത് ശുക്രന്റെ രാശി. ശുക്രരാശിയായ ഇടവത്തില് ചന്ദ്രന്റെ രാശി നക്ഷത്രമായ രോഹിണിയുടെ 1-ാം പാദത്തിലാണ് നമ്മുടെ 2-ാം ഭാവം തുടങ്ങുന്നത്. അവിടെ വ്യാഴം നിൽക്കുന്ന എവിടെ നോക്കൂ. വ്യാഴം നിൽക്കുന്ന എവിടെയാ? വ്യാഴം നിൽക്കുന്ന 24 ഡിഗ്രി 20 മിനിറ്റ്. അപ്പം വ്യാഴം നിൽക്കുന്നത് മകരത്തിലാണ്. അപ്പം ഇടവത്തിൽ തന്നെ 2-ാം പാദത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാനത് ഇവിടെ എഴുതി. നിൽക്കുന്ന ഗ്രഹം എവിടെയാ? എന്തുവാണ്? വ്യാഴം. അവസാനത്തെ കോളം നിൽക്കുന്ന ഗ്രഹം 2-ാം പാദത്തിൽ നിൽക്കുന്നത് വ്യാഴം. അടുത്ത് 3-ാമത്തെ പാദം പോയി. 3-ാമത്തെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:46. അപ്പൊ ഇവിടെ പോയാൽ 6:40 വരെ നമുക്ക് മകയിരമാണ്. 6:40 കഴിഞ്ഞാൽ തിരുവാതിര തുടങ്ങിയാണ്. അപ്പം ആദ്യത്തെ 6:40 മുതൽ 10 ഡിഗ്രി വരെ തിരുവാതിരയുടെ ആദ്യത്തെ പാദമാണ്. അല്ല, സോറി ഇല്ല. വിഷ്ണു സംശയം ചോദിക്കുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പം തിരുവാതിരയുടെ ആദ്യത്തെ പാദമാണ്. എനിക്ക് അവിടെയും ഞാൻ എഴുതിയത് വിട്ടുപോയി, അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. തിരുവാതിരയുടെ 1-ാം പാദം. അപ്പം 10 ഡിഗ്രി വരെ. അപ്പൊ ഇത് 8:46 തിരുവാതിരയുടെ 1-ാം പാദത്തിലാണ് നമ്മുടെ 3-ാം പാദം തുടങ്ങുന്നത്. അപ്പൊ അവിടെ 3-ാം പാദത്തില് നമ്മൾ നോക്കിയാല് കുജൻ അവിടെ നിപ്പുണ്ട്. 3-നും 4-നും ഇടയിൽ കുജൻ നിപ്പുണ്ട്. കുജന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രിയാണ്. നമ്മൾ 5-ാം ഭാവം തുടങ്ങുന്നത് ഏതാണ്?
കർക്കിടകത്തില് 5 ഡിഗ്രി 33 മിനിറ്റിലാണ് കർക്കിടകം തുടങ്ങുന്നത്. അഞ്ച് ഡിഗ്രി 33 മിനിറ്റിലാണ് കർക്കിടകം തുടങ്ങുന്നത്. അപ്പൊ 5 ഡിഗ്രി 33 മിനിറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ പോയാല് 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ പൂയം തുടങ്ങുകയാണ്. അപ്പോ നാലാം ഭാവം തുടങ്ങുന്നത് കർക്കിടകത്തിൽ പൂയത്തിന്റെ 1-ാം പാദത്തിലാണ്. അപ്പൊ പൂയത്തിന്റെ 1-ാം പാദം എന്ന് പറയുമ്പോൾ ശനിയാണ് അതിന്റെ അധിപൻ. കർക്കിടകത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രരാശിയായ കർക്കിടകത്തില് ശനിയുടെ നക്ഷത്രമായ പൂയത്തിന്റെ 1-ാം പാദത്തിൽ തുടങ്ങുന്നു. അപ്പോ 1-ാം പാദത്തില് കുജൻ നിൽക്കുന്ന എവിടെ നോക്കി 1 ഡിഗ്രിക്കകത്താണ്, പുറകോട്ടാണ് കുജൻ നിൽക്കുന്നത്. അപ്പൊ ചൊവ്വ നിൽക്കുന്നത് 3-ലല്ല, ചൊവ്വ നിൽക്കുന്നത് 4-ലാണ്. അപ്പൊ ഞാനിവിടെ 3-ല് കുജൻ എഴുതിയില്ല, എഴുതിയത് എവിടെയാണ്? 4-ലാണ് എഴുതിയത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ 4-ലാണ് ഉച്ചസ്ഥനായ കുജൻ നിൽക്കുന്നത്, 4-ലാണ്. 3-ലല്ല, അപ്പൊ 4-ൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തത് 5-ാം ഭാവം ചിങ്ങം. സാറേ ഉച്ചസ്ഥനല്ല, നീചസ്ഥനായ കൂടുതൽ പറയാൻ പോയാൽ എനിക്ക് തെറ്റിപ്പോകും. 5-ാം ഭാവം തുടങ്ങി 4:57 5-ാം ഭാവം. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ ചിങ്ങത്തിലാണ് തുടങ്ങുന്നത്. ചിങ്ങത്തില് 4 ഡിഗ്രി 57 മിനിറ്റ്. അപ്പം ചിങ്ങം ഇവിടെ തുടങ്ങുന്നത് 0-ൽ നിന്ന് 13:20 വരെ മകവാണ്. അപ്പൊ ആദ്യത്തെ പാദം കഴിഞ്ഞു, 2-ാമത്തെ പാദത്തിലാണ് 5-ാം ഭാവം തുടങ്ങുന്നത്. അപ്പൊ മകത്തിന്റെ 2-ാം പാദത്തിലാണ് 5-ാം ഭാവം തുടങ്ങിയത്. അവിടെ ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ കേതുവിന്റെ നക്ഷത്രമായ മകത്തില് ചിങ്ങന്റെ രാശി, രവിയുടെ രാശിയായ ചിങ്ങത്തില് 5-ാം ഭാവം തുടങ്ങുന്നു. 6-ാം ഭാവം തുടങ്ങുന്നത് കന്നിയിൽ 7 ഡിഗ്രി 58 മിനിറ്റ് ആണ്. അപ്പം 6-ാം ഭാവം തുടങ്ങുന്നത് കന്നിയില് 7:58. 6 ഇവിടെ നോക്കിയാൽ അറിയാം, 6:40 വരെ 10 ഡിഗ്രി വരെ കന്നിയില് ഉത്തരമാണ്. 10 ഡിഗ്രി വരെ കന്നിയിൽ ഉത്തരമാണ്. 6:40 കഴിഞ്ഞാല് പിന്നെ 4-ാമത്തെ ഉത്തരത്തിന്റെ പാദത്തിലാണ് 4-ാം പാദം തുടങ്ങുന്നത്. ഉത്തരത്തിന്റെ 4-ാം പാദത്തിലാണ് 4-ാം ഭാവം തുടങ്ങുന്നത്. അപ്പം എന്നുവെച്ചാൽ 6:40 മുതൽ 10 വരെ 4-ാം പാദമാണ്. അപ്പൊ കന്നി രാശിയിൽ, ബുധന്റെ രാശിയായ കന്നിയില് സൂര്യന്റെ നക്ഷത്രമായ ഉത്തരത്തിന്റെ 4-ാം പാദത്തില് 4-ാം ഭാവം തുടങ്ങുന്നു. അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. 6-ാം ഭാവത്തില് ശനി നിൽക്കുന്നത്, ശിഖി നിൽക്കുന്നത് 1 ഡിഗ്രി 55 മിനിറ്റ് കന്നിയിലാണ്. പക്ഷെ നമ്മുടെ രാശി, നമ്മുടെ 6-ാം ഭാവം തുടങ്ങുന്നതും കന്നിയിലാണ്. ആ കന്നിയില് 6-ാം ഭാവം തുടങ്ങുന്നത് കൊണ്ട് 7 ഡിഗ്രി 58 മിനിറ്റിൽ. അപ്പൊ നമുക്ക് 6 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അപ്പൊ ശിഖി നിൽക്കുന്നത് 6-ാം ഭാവത്തിലല്ല, 5-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് ഞാനിവിടെ 5-ാം ഭാവത്തിൽ ശിഖി എന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ട? ഓക്കെ. അത് കഴിഞ്ഞാല് 7-ാം ഭാവം തുടങ്ങുന്നത് 12 ഡിഗ്രി 14 മിനിറ്റ് തുലാത്തിലാണ്. അപ്പൊ തുലാൻ രാശിയിൽ ആദ്യത്തെ 6:40 കഴിഞ്ഞാല് 6:40 വരെ ചിത്ര കഴിഞ്ഞു. പിന്നെ തുടങ്ങുന്നത് ചോതി, രാഹുവിന്റെ നക്ഷത്രമായ ചോതിയിലാണ്. അപ്പൊ 10 ഡിഗ്രി വരെ രാഹുവിന്റെ 1-ാമത്തെ പാദമായി, ചോതിയുടെ 1-ാമത്തെ പാദമായി 10 മുതൽ 13 വരെ 2-ാമത്തെ പാദം. അപ്പം ചോതിയുടെ 2-ാം പാദത്തിലാണ് 7-ാം ഭാവം തുടങ്ങുന്നത്. അപ്പൊ ചോതിയുടെ 2-ാം ഭാവത്തില് അപ്പം തുലാൻ രാശിയില് ശുക്രന്റെ രാശിയായ തുലാൻ രാശിയില് കേതുവായിപ്പോയി, രാഹുവാണ്. അത് ഞാൻ കറക്റ്റ് ചെയ്തു തരാം. രാഹുവിന്റെ നക്ഷത്രമായ മകയിരത്തിൽ, ചോതി 2-ാം ഭാഗത്തില് 7-ാം ഭാവം തുടങ്ങുന്നു. അപ്പോ ചന്ദ്രൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പാണ്. പക്ഷെ അത് 3 ഡിഗ്രി 20 മിനിറ്റിനകത്താണ് തുടങ്ങുന്നത്. അപ്പോഴ് അത് 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഞാനിവിടെ ചന്ദ്രൻ 7-ാം ഭാവത്തിലാക്കി. അടുത്തത് 8-ാം ഭാവം.
8ാം ഭാവം എന്ന് പറഞ്ഞാൽ വൃശ്ചികം. വൃശ്ചികം 11:57 തുടങ്ങുന്നു. ഇവിടെ വൃശ്ചികം നോക്കിയാല് എങ്ങനെയൊക്കെ ഉണ്ടാ എനിക്ക് അറിഞ്ഞൂടാ. എഫ്ഒ ഡിഗ്രി 52 കിടക്കുന്ന എന്തുവാ അത് ഞാൻ പിന്നെ പഠിപ്പിക്കാം. അത് പിന്നെ ഫോർച്യൂണ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യത്തിന്റെ ഒരു ഗ്രഹം. നമ്മൾ ഒരു KP ജ്യോതിഷം എടുക്കുമ്പോ ഒരു ഭാഗ്യത്തിന്റെ സമയമാണ്. നമ്മുടെ ഒരു പല ബിന്ദുക്കൾ എന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു ബിന്ദുവാണ് ഭാഗ്യബിന്ദു എന്ന് പറയുന്നത്. KPയിൽ അങ്ങനെ ഒരു ഭാഗ്യബിന്ദുവാണ്. ആ ഒരു ഭാഗ്യത്തിൽ നമുക്ക് സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഭാഗ്യം ഉണ്ടാകുന്ന സമയം ആണെന്ന് ഒരു ഇത് പിന്നെ KPയിൽ പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ഞാൻ പ്രത്യേകം എടുക്കുമ്പോൾ ഞാൻ മാറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. വൃശ്ചികം തുടങ്ങുന്നത് അപ്പൊ ഇവിടെ 3 ഡിഗ്രി വൃശ്ചികത്തിൽ 3 ഡിഗ്രി 20 വരെ നമുക്ക് വിശാഖം തീരെയാണ്. വിശാഖം തീർന്നിട്ട് അനിഴം തുടങ്ങിയ അനിഴത്തിന്റെ 2ാം പാദമാണ് 11:57. അപ്പൊ 8ാം പാദം തുടങ്ങുന്ന അനിഴത്തിന്റെ 2ാം പാദമാണ്. ഇത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. 2ാം പാദത്തിലാണ് അനിഴം തുടങ്ങുന്നത്. രണ്ടല്ല സോറി 3ാം പാദത്തിൽ തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. 3:20 തുടങ്ങി. 3:20 വിശാഖം തീരുന്നു. ഇവിടെ 3:20 വിശാഖം തീരുന്നു. 6:40 മുതൽ 3:20 മുതൽ 6:40 വരെ ഒന്നാം പാദം. 6:40 മുതൽ 10 വരെ 2ാം പാദം. 10 മുതൽ 13 ഡിഗ്രി വരെ 3ാം പാദം. 3ാം പാദത്തിലാണ് നമ്മുടെ 8ാം ഭാവം തുടങ്ങുന്നത്. അപ്പം അനിഴം 3ാം പാദത്തില്, കുജന്റെ രാശിയായ വൃശ്ചികത്തിൽ ശനിയുടെ നക്ഷത്രമായ അനിഴത്തിന്റെ 3ാം ഭാവത്തിൽ 8ാം ഭാവം തുടങ്ങുന്നു. അടുത്ത ധനു നിൽക്കുന്നത് ധനുവിലാണ് 9ാം ഭാവം നിൽക്കുന്നത്. 9ാം ഭാവം ധനുവിൽ നിൽക്കുന്നു. അപ്പൊ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഇത് 8 ഡിഗ്രി 46 മിനിറ്റ് ആണ്. അപ്പൊ ഈ കോളത്തിൽ പോയാൽ നമുക്കറിയാം മകം നിൽക്കുന്നത് മൂലം നിൽക്കുന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് വരെ മൂലമാണ്. അപ്പം നമ്മള് ഇത് 8:46. അപ്പം 6:40 കഴിഞ്ഞാൽ 10 ഡിഗ്രി വരെ നമുക്ക് 3ാം പാദമാണ് മൂലത്തിന്റെ. ധനുവിന്റെ അധിപനാരാണ്? വ്യാഴം. വ്യാഴത്തിന്റെ രാശിയായ ധനുവില് കേതുവിന്റെ നക്ഷത്രമായ മൂലത്തിന്റെ 3ാം പാദത്തിൽ 9ാം ഭാവം തുടങ്ങുന്നു. അവിടെ നമുക്ക് ഗ്രഹങ്ങളൊന്നുമില്ല. അടുത്ത 10ാം ഭാവം മകരത്തിൽ തുടങ്ങുന്നു. അപ്പൊ മകരത്തില് 5:33. അപ്പൊ മകരം നമ്മൾ ഇവിടെ എടുക്കുക. മകരം എടുക്കുമ്പോൾ 10 ഡിഗ്രി വരെ നമുക്ക് ഉത്രാടമാണ്. ഉത്രാടത്തിന്റെ 2, 3, 4 വരുന്നത് 10 ഡിഗ്രിക്കകത്താണ്. ഇത് 3:20 വരെ 2ാമത്തെ ഡിഗ്രിയും 2ാമത്തെ പാദവും 3:20 മുതൽ 6:40 വരെ 3ാമത്തെ പാദമാണ്. അപ്പോ ഇതിന്റെ അധിപൻ എന്ന് പറയുന്നത് മകരത്തിന്റെ അധിപൻ ശനിയാണ്. ഉത്രാടത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പം 9ാം ഭാവം തുടങ്ങുന്നത് 10ാം ഭാവം തുടങ്ങുന്നത് ശനിയുടെ ക്ഷേത്രമായ മകരത്തില് രവിയുടെ നക്ഷത്രമായ ഉത്രാടത്തിന്റെ 3ാം ഭാവത്തിൽ തുടങ്ങുന്നു. 10ാം ഭാവം കുംഭത്തിൽ തുടങ്ങുന്നു. അത് 4:57. 10ാം ഭാവം എടുത്തു കഴിഞ്ഞാൽ കുംഭം എടുത്തു കഴിഞ്ഞാൽ 6:40 വരെ നമുക്ക് അവിട്ടമാണ്. ഇത് നമ്മൾ 4:57. അപ്പം 4:57 എന്ന് വെച്ചാല് അവിട്ടത്തിന്റെ 3ഉം 4ഉമാണ്. അപ്പൊ ഇത് 4ാമത്തെ പാദത്തിലാണ് കുംഭത്തില് 11ാം ഭാവം തുടങ്ങുന്നത്. അപ്പം അത് ശനിയുടെ രാശിയായ കുംഭക്ഷേത്രത്തില് രാഹുവിന്റെ നക്ഷത്രമായ ചതയം തുടങ്ങിയില്ല അവിടെ അല്ലേ? ചതയം തുടങ്ങിയില്ല, മിസ്റ്റേക്ക് പറ്റിയതാണ്. ചതയം തുടങ്ങിയില്ല. അവിട്ടമാണത്. അവിട്ടമാണ് ഇത് വരേണ്ടത്. അവിട്ടത്തിന്റെ 4ാം പാദത്തില് ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിൽ 4ാം പാദത്തില് നമ്മുടെ 11ാം ഭാവം തുടങ്ങുന്നു. പിന്നെ മീനം വരുന്നു. മീനം എന്ന് പറഞ്ഞാല് നമ്മൾ 12ാം ഭാവം നിൽക്കുന്നത് മീനത്തിലാണ്. 7 ഡിഗ്രി 45 മിനിറ്റ്. ഇവിടെ 3:20 വരെ നമുക്കിവിടെ നോക്കിയാൽ 3:20 വരെ പൂരിട്ടാതി തീരെയാണ്. അത് കഴിഞ്ഞ് 6:40 വരെ ഉത്തരാതി ആദിത്യപാദമായി. 2ാമത്തേതെന്ന് വെച്ചാല്
രണ്ടാമത്തെ പാദമായി. 6:40 മുതൽ 10 വരെ രണ്ടാമത്തെ പാദമായി. അപ്പം രണ്ടാമത്തെ പാദത്തിലാണ് 12ാം ഭാവം നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 4 നക്ഷത്രങ്ങൾ, 4 ഗ്രഹങ്ങളുണ്ട്. ശുക്രനുണ്ട്, ശനിയുണ്ട്, സർപ്പനുണ്ട്, ബുധനുണ്ട്. ഇതെല്ലാം ഇത് സർപ്പനും ശനിയും ശുക്രനും കൂടെ നിൽക്കുന്നത് 1:55. അപ്പൊ ഇത് 3 നിൽക്കുന്നത് നമ്മൾ നേരത്തെ നോക്കിയാണ്. പൂരിട്ടാതി 4ാം ഭാഗമാണ്. ഇത് 7 ഡിഗ്രിയിലാണ്. അപ്പൊ ഇത് 3 നിൽക്കുന്ന എവിടെയാ? ഇത് 3 നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിലല്ല, 11ാം ഭാവത്തിൽ മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് നിന്നിരുന്നെങ്കിൽ നമുക്ക് പറയുന്നതാണ് 11ാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ എന്ന് പറയാം. പക്ഷെ ഇത് മീനൻ രാശിയില് 11ാം ഭാവത്തില് പൂരിട്ടാതിയുടെ 4ാം പാദത്തില് ശുക്രനും മന്ദനും സർപ്പനും നിൽക്കുന്നത്. ഇവിടെ 4:52. അവിടെ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. 4:32 വരെ ആണ്, 4:32 ബുധൻ നിൽക്കുന്നത്. 7:52 7:58 12ാം ഭാവം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം എത്രയുണ്ട്? ഏതാണ്ട് 3:26 ഡിഗ്രി വരെ ഉണ്ട് നമുക്ക് വ്യത്യാസം, അല്ലേ? 3:26 ഡിഗ്രി ഉണ്ട്. അപ്പം നമുക്ക് 3 ഡിഗ്രിയാണ് സാധാരണ പറഞ്ഞത്. കൂടിപ്പോയാൽ നമുക്ക് ഒരു പാദം കൊടുക്കാം, 3:20 കൊടുക്കാം, അതിനപ്പുറത്തോട്ട് കൊടുക്കണം. അപ്പോൾ ബുധന് നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. അപ്പം ഇതില് സംശയം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താ വേണ്ടേ? അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. ഇത് തന്നെ ഇതുപോലത്തെ ഒരു എക്സാമ്പിളുണ്ട്. ഓക്കെ സാറേ, ഒരു 10 മിനിറ്റ് ഇരുന്നൂടെ സാറേ? 10 മിനിറ്റ് ഇരുന്നൂടെ? ഞാനൊരു കാര്യം ചെയ്യാം. ഈ രണ്ടെണ്ണത്തിന്റെ പിന്നെ ഇത് ഞാനങ്ങ് ഷെയർ ചെയ്ത് തരാം. ഈ 3 പേജുകൾ ഏതും ഈ ഒരു ചാർട്ടും ഇത് സോറി ഈ ചാർട്ട് ഇട്ടിട്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം ഇത് എഴുതി ഒന്ന് പഠിക്കട്ടെ. ഓക്കെ അതാണ് നല്ലത്. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന 2 സാമ്പിൾ ഉണ്ട്. ആ സാമ്പിള് നിങ്ങൾ ഈ ചാർട്ട് വെച്ചങ്ങ് ചെയ്യുക. എന്നിട്ട് അയച്ചു തരാം സാറേ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാനിത് ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കഴിയുന്നത് സാറ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഇടാനട്ടെ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ. അല്ലല്ല, മറ്റത് ഞാൻ ഇടുന്നില്ല. അത് നിങ്ങൾ ചെയ്ത് വന്നിട്ട് നമുക്ക് നോക്കാം. ഇത് ഞാനിത് തരാം. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് മാത്രം സാറ് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ കഴിഞ്ഞ എക്സാമ്പിളിൽ ഇത് വെച്ച് ചെയ്യുക. ഓക്കെ ഞങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. ഓക്കെ സാറേ ചാർട്ട് ഷെയർ ചെയ്യൂലേ സാറേ? ചാർട്ട് ചെയ്ത് തരാം. ഓക്കെ. താങ്ക് യു സർ.